ഓക്കെ ഓക്കെ. കർത്താവിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവ് ഇങ്ങനെ തന്ന നല്ല സമയത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് സെക്ഷൻ വരെ നമ്മളെത്തി. ദൈവവചനം പഠിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവവചനം പഠിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവവചനം പഠിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പല പ്രതിസന്ധികളെ ജയിക്കണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. കർത്താവേ, വചനത്തിൻ്റെ അകത്തുള്ള നന്മകളെ ഞാൻ റിലീസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ കാവൽ എന്നുള്ളൊരു വിഷയമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബ്യൂട്ടിഫുൾ പോർഷൻ എടുത്തായിരുന്നു. ബ്യൂട്ടിഫുൾ പോർഷൻ. യഹൂദ എന്തും കൊണ്ട് യഹൂദ തകർന്നു. നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കേട്ടായിരുന്നു അല്ലേ? യഹൂദ തകർന്നു. ഞാൻ സൂം മീറ്റിങ്ങിന് അത് പ്രസംഗിച്ചിട്ട് അത് എടുത്തിട്ടിട്ടുമുണ്ട്. യഹൂദ എന്തുകൊണ്ട് തകർന്നു, യഹൂദ എന്തുകൊണ്ട് മുമ്പിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എടുത്തായിരുന്നു. നിങ്ങളത് കേൾക്കണം. നിങ്ങളുടെ ലൈഫിൽ അത് വലിയ ബ്ലെസ്സിങ്ങാണ്, ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ദൈവവചനത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരാം. ആൻറ്റി, നമ്മൾ ലാസ്റ്റിൽ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? എത്ര പോർഷൻസ് പഠിച്ചെന്നറിയാമോ? 3 പോർഷൻസ് നമ്മൾ പഠിച്ചു. എനിക്കൊന്നും അതിൻ്റെ അവസാനത്തെ പോർഷനിലേക്ക് നമ്മൾ വന്നിരിക്കുക. എത്ര? 51. ഓക്കെ, 51. യെസ്, ഇവിടെ വരെയല്ലേ ആൻറ്റി നമ്മൾ 52 എത്തി അല്ലേ? 52 എത്തി. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 52. നമ്മൾ ദൈവത്തിൻ്റെ കാവല് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിൻ്റെ സുരക്ഷയില്ലാതെ ഒരു വ്യക്തിക്ക്, ഞാനീ പറയുന്ന വേർഡ് എഴുതി വെച്ചോ, വളരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സുരക്ഷയില്ലാതെ ഒരു വ്യക്തിക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരണോ? നിങ്ങൾക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ കാവൽ വേണം. നിങ്ങൾക്ക് ഉയരണോ? ദൈവത്തിൻ്റെ കാവൽ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കിട്ടണോ? എന്തു വേണം? ദൈവത്തിൻ്റെ കാവൽ വേണം. എന്തുകൊണ്ട് കാവൽ ഇത്രമാത്രം പ്രാധാന്യത? കാരണം ഇരുട്ട് നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ, ചതി നിറഞ്ഞ, കള്ളനുള്ള, മഹാസർപ്പമുള്ള, അലർന്ന സിംഹം എന്ന പോലെ നടക്കുന്ന എന്ന് തൊട്ട് തുടങ്ങി 14-ലധികം പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സാത്താനെ കുറിച്ച്. ഇങ്ങനെ ഉള്ളവനുള്ളിടത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയൊരു വിളി നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ എന്തോ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മീതെ ഭാവിയിൽ ദൈവത്തിന് തരാനുണ്ട്. പക്ഷേ തരുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്യുമെന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്? ദൈവം നമുക്ക് ചുറ്റും കാവല് തരും. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഒരു ചെടി നടുന്നതിന് മുമ്പേ, മുന്തിരി നടുന്നതിന് മുമ്പേ ദൈവം എന്താ ചെയ്തത്? വേലി കെട്ടി. പിന്നെ മുന്തിരി നട്ടത്. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാ. മുന്തിരി നടുന്നതിന് മുമ്പേ ദൈവം എന്ത് കെട്ടി? വേലി കെട്ടി. നിങ്ങളുടെ ജീവിതത്തിലും ഈ വേർഡ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ ചുറ്റും വേലി കെട്ടും. വേലിയില്ലാതെ നിങ്ങൾക്ക് നന്മകളിൽ വളരാൻ പറ്റത്തില്ല. ആ ഫലം പോക്കാം, നിങ്ങളുടെ അധ്വാനം പോക്കാം, നിങ്ങളുടെ ആരോഗ്യം പോക്കാം, എല്ലാം പോകും. ചില കുടുംബങ്ങൾ, നമ്മളിതെല്ലാം പഠിച്ചു, ചില കുടുംബങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അവരുടെ ജീവിതം ദൈവസന്നിധി നല്ലതല്ലാത്തത് കൊണ്ട് കാവലുകളെല്ലാം, മതിലുകളെല്ലാം പൊളിഞ്ഞുപോയി. മറ്റു ചിലരുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് പൊളിഞ്ഞുപോയി. ആ കുടുംബത്തിൽ മതിലുകളില്ലാത്തതായിരുന്നു, പാരമ്പര്യമായിട്ട് പൊളിഞ്ഞുപോയി. മറ്റു ചിലരുടെ ജീവിതത്തിൽ അധികാരികൾ പൊളിച്ചു കളഞ്ഞു. നമ്മളിതിനെക്കുറിച്ചെല്ലാം കണ്ടു, ബൈബിളിൽ നിന്ന് കണ്ടു. ഇനി കാവൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ലാസ്റ്റിൽ ഇനിയും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തന്നെ റിലീസ് ചെയ്യണം. ആര് റിലീസ് ചെയ്യണം? നിങ്ങൾ തന്നെ റിലീസ് ചെയ്യണം. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം ആര് റിലീസ് ചെയ്യണം? നിങ്ങൾ തന്നെ. കാരണം ബൈബിള് പറയുന്നു ജീവനും മരണവും എവിടെ ഇരിക്കുന്നത്? നമ്മുടെ നാവിൻ്റെ മേൽ, നിങ്ങളുടെ നാവിൻ്റെ മേലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട്, നിങ്ങളുടെ വീടിന് ഇതുപോലെ നല്ല ഭിത്തി കാണാം, നിങ്ങളുടെ വീട് നല്ല പെയിൻ്റ് അടിച്ചതായിരിക്കാം, പക്ഷേ ആത്മമണ്ഡലം നിങ്ങൾ കാണണം. ചില വീടിൻ്റെ ആത്മമണ്ഡലത്തിൽ ചിലരുടെ വീട്ടിലോട്ട് ചെന്നാൽ ആത്മമണ്ഡലം പൊളിഞ്ഞു കിടക്കാം. ഞാൻ ഇതൊക്കെ കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പം കാണാറുണ്ട്. ചില വീടുകളിൽ ഞാൻ ഒരിക്കലൊരു വീട്ടിൽ ചെല്ലുക,
ഒരു വീട്ടിൽ നിന്ന്, ഇപ്പോഴല്ലേ കുറേ നാളുകൾക്ക് മുമ്പേ എന്നെ പെട്ടെന്ന് വിളിച്ചു. അവർ കുടുംബമായിട്ട് ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞു. അവർക്ക് അന്ന് കുഞ്ഞുങ്ങളില്ല. അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ആ സമയത്തിയപ്പോഴത്തേന് ആ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, പുള്ളിക്കാരിക്ക് വയ്യ, പേടിയ, ഭയമാണ്, ഞങ്ങൾ കിടക്കുന്ന മുറിക്കകത്ത് ഭയങ്കര ഭയമാണ്, ഭയങ്കര പേടിയാണ്. റോയ് പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ആ വീട്ടിലോട്ട് പോവാം, പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ല. ആ വീട്ടിലോട്ട് ഞാൻ കയറി, എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹോളി ചെന്നപ്പോൾ പറഞ്ഞു, റോയ് പാസ്റ്ററെ മുറിക്കകത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ മുറിക്കകത്തോട്ട് കാല് വെക്കുമ്പോഴത്തേന് കർത്താവ് എന്നെ കാണിക്കുക, ഈ കേബിളിൻ്റെ വള്ളി, കേബിളുണ്ടല്ലോ, ഈ നമ്മുടെ പണ്ടത്തെ TV-ക്ക് കൊടുക്കുന്ന കേബിൾ, കറുത്ത കേബിള്, ആ കേബിളിൻ്റെ വള്ളി ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുക, വള്ളി കാണുന്നു. പക്ഷെ ഞാൻ കാണുക ആ മുറിക്കകത്തോട് ഓടി നടന്നുകൊണ്ടിരുന്ന കുറേ എലികൾ. ആ മുറിക്കകത്തോട്ട് ഞാൻ കാല് വെക്കുമ്പോഴത്തേന് ഈ കേബിളെ കൂടെ കയറി ഒരു പൊത്തിനകത്തോട് ഇറങ്ങി വെളിച്ചാടുക. ഇതാ ഞാൻ ആത്മാവിൽ കാണുന്നത്. ഞാൻ പ്രാർത്ഥിച്ചില്ല. ആ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് കാണുന്ന കാഴ്ച ഇതാ. എല്ലാം ഞാൻ കർത്താവ് ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ മകൾ സൗഖ്യമായി. ദൈവം അവർക്ക് നല്ല തലമുറകളെ കൊടുത്തു, പല തലമുറകളെ ദൈവം അവർക്ക് കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൊടുത്തു. ഞാൻ എന്നിട്ട് ആ വീട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലേക്ക് ഓപ്പണിങ് വന്ന് കിടപ്പുണ്ട്. കുടുംബജീവിതത്തിലേക്ക് ഓപ്പണിങ്സ് വന്ന് കിടപ്പുണ്ട്. ആ ഓപ്പണിങ്സ് അടച്ചില്ലെങ്കിൽ ഇന്ന് ഇറങ്ങിപ്പോയ ആ എലി ജീവി നാളെയും, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, നാളെയും പലപ്പോഴും പലരും സംഭവിക്കുന്നത് അറിയാം, ഇതിനെ ഓടിച്ചു വിടും. എന്നിട്ട് പാസ്റ്റർമാർക്ക് ഇത് അറിയാം. പാസ്റ്റർമാർക്കറിയാം അവരുടെ ജീവിതത്തിൽ ഒരു ഓളുണ്ട്, അതും വെച്ചുകൊണ്ട് അവർ ജീവിക്കട്ടെ. നാളെയും അവരെന്നെ വിളിക്കണം, നാളെയും അവരിത് പഠിപ്പിക്കത്തില്ല. ഡോക്ടർമാർ ചെയ്യുന്ന എന്തുവാ, അവർക്കറിയാം ചില പ്രശ്നമുണ്ട്, എല്ലാ മാസവും എൻ്റെ അടുക്ക വരണം, എല്ലാ മാസവും എൻ്റെ അടുക്ക വന്ന് 50 രൂപ 500 രൂപ 1000 രൂപ തന്നിട്ട് പോകണം. അതുകൊണ്ട് പ്രശ്നങ്ങൾ മാറാനുള്ള സൊല്യൂഷൻ പഠിപ്പിക്കത്തില്ല, മരുന്ന് തരും. ഇന്നത് ചെയ്താൽ പ്രശ്നങ്ങൾ മാറുമെന്നുള്ളത് ഡോക്ടർക്ക് അറിയാം. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നത് എങ്ങനെ അറിയാമോ? നിങ്ങളുടെ ലൈഫ്, നമ്മുടെ കർത്താവ് നല്ല ഇടയനെന്നാണ് പറയുന്നത്. കർത്താവ് എങ്ങനെ? നല്ല ഇടയൻ. കാരണം ആ ഇടയൻ്റെ പ്രത്യേകതയാണ് ആ ആടുകൾ തുള്ളിച്ചാടി സന്തോഷിച്ച് എന്നും ജീവിക്കണം. ഒരു പിതാവ് എങ്ങനെ? ആ ഹൃദയം വേണം. ഞാൻ എന്നാ വീട്ടിൽ പറഞ്ഞ ആ ഹോളുകൾ അടയ്ക്കണം. അവരടച്ചോ ഇല്ലയോ എനിക്കറിയാം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ആ ഹോളുകൾ അവർ അടച്ചെന്ന് തോന്നുന്നു, അവരുടെ ജീവിതത്തിൽ വിടുതലായെന്ന് തോന്നുന്നു. വേറൊരു സ്ഥലത്ത്, കർണാടകയ്ക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ചെന്നു, കേരളമല്ല, കർണാടക വെളിയിൽ സ്ഥലത്ത് ചെന്നു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും, കർത്താവിനെ കാണിക്കുക. ആ ചർച്ചിൻ്റെ ഓപ്പണിങ്, ചർച്ചിൻ്റെ ഡോറിൻ്റെ മേളിൽ ഭയങ്കരമായിട്ട് ഭിത്തി പോയി കിടക്കുന്നു. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ ചർച്ചിൻ്റെ ഭിത്തികൾ ഇടിഞ്ഞു കിടക്കുന്ന ആത്മാവിൽ എന്നെ കർത്താവ് കാണിക്കുക, പലയിടത്തും ഭിത്തികൾ പൊളിഞ്ഞു കിടക്കുന്നു. പാസ്റ്റർ ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ അങ്ങനെയൊക്കെ അവിടെ പൊളിഞ്ഞു കിടന്നോട്ടെ, ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അടുത്ത 2 മാസത്തിനകം ആ ചർച്ചിനകത്തെ ലീഡേഴ്സ് ആക്സിഡൻ്റായി, ഒരാളുടെ കാല് വല്ലാതായി. ചർച്ചിൻ്റെ ലീഡേഴ്സിന് ആക്സിഡൻറ്റ് വരാൻ തുടങ്ങി. ആ ചർച്ചിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളാകാൻ തുടങ്ങി. എനിക്കറിയത്തില്ല പിന്നെന്ത് സംഭവിച്ചത്. പല വീടുകളിലും ഓരോ വീടുകളിലും, ചില വീടുകൾക്ക് വേലിയില്ല, ചില വീടുകൾക്ക് കാവലില്ല. ആത്മാവിൽ നിങ്ങൾ ആ കാവലിനെ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്തെങ്കിൽ നമ്മളിത് കണ്ടു, ബൈബിളിൽ എന്തുമാത്രം കണ്ടു. അക്ഷരികമായ മതിലുണ്ടായിരുന്നു, ഇസ്രായേലിന് യെരൂശലേമിന് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ആത്മിക മതിൽ പോയപ്പം ഈ അക്ഷരിക മതിൽ ഇടിഞ്ഞു. പിന്നെ എന്നാ മതിൽ പണിതത്? ആത്മിക മതിൽ വന്നതിന് ശേഷം നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു. നാളുകൾ. അതാ എഴുതിയേക്കുന്ന ബൈബിളിലെ വാക്യം, യെരൂശലേം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും. ഏത് മതില? ഫിസിക്കൽ മതിൽ. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ആത്മമതില. അപ്പം ഇതെല്ലാം റിസ്റ്റോർ ചെയ്യണം. നിങ്ങൾ വചനം പറയണം. എന്തോ വചനം? നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ അനുഗ്രഹം കാവൽ. നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടുവെക്കണമെങ്കിൽ ഒരു നല്ല സെക്യൂർ പ്ലേസ് വേണോ ദൈവമക്കളെ? നമുക്കൊരു സെക്യൂർ പ്ലേസ് വേണോ? അതുപോലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മീതെ നിലനിൽക്കണമെങ്കിൽ സ്വർഗം തന്നെ നമ്മുടെ കാവലായി തീരണം. ആര് കാവലായി തീരണം? സ്വർഗം, ദൈവം തന്നെ കാവലായി തീരണം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന് അത് കാവലുണ്ടോ? ഉണ്ട്.
ചിറക്, മറവ്, തൂവൽ, ശരണം, കോട്ട, പാറ, വെളിച്ചം, രക്ഷ, ഇങ്ങനെ അങ്ങ് കിടക്കുക. ഇതെല്ലാം എന്തിനാ സങ്കീർത്തനം? 150 സങ്കീർത്തനത്തിൽ എന്തിനാ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നേ? സങ്കീർത്തനക്കാരന്മാർക്കും രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും ആലയത്തിനും സകലവർക്കും ദൈവത്തിന്റെ കാവൽ ഇമ്പോർട്ടന്റ് ആയിരുന്നെങ്കിൽ, ഓ ഗോഡ്, ഇരുളിന്റെ ശക്തികൾ നിങ്ങളെ തൊടത്തില്ല. സാത്താന്റെ ശക്തികൾ നിങ്ങളെ തൊടത്തില്ല. കാരണം എന്താ? നിങ്ങളുടെ ചുറ്റിനും ദൈവത്തിന്റെ തേജസ്സുണ്ട്, ദൈവത്തിന്റെ കാവലുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന തേജസ്സിന്റെ വസ്ത്രം ഒരു കാവലാണ്. കേൾക്കുന്നുണ്ടോ? തേജസ്സിന്റെ വസ്ത്രം ഒരു കാവലാണ്. നിങ്ങളെ എങ്ങനെയാ സാത്താനിയ മണ്ഡലം ഐഡന്റിഫൈ ചെയ്യുന്ന അറിയാമോ? നിങ്ങളുടെ മേലിട്ടേക്കുന്ന വസ്ത്രമാണ്. ഞാൻ ഇട്ടേക്കുന്ന ഈ വെള്ള ഷർട്ടിന്റെ കാര്യമല്ല പറഞ്ഞേ, നിങ്ങളെ ദൈവം ആത്മാവിൽ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രമുണ്ട്. ആ വസ്ത്രം നഷ്ടപ്പെട്ടു പോകല്ലേ, ആ വസ്ത്രത്തിന് കളങ്കം പറ്റല്ലേ, ആ വസ്ത്രം ധരിക്കണം. ഓക്കെ, ഇവിടെയൊക്കെ പറഞ്ഞേക്ക് സകല അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിച്ചിരിക്കും. അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കാനുള്ളൊരു കാര്യമാണ് കാവൽ. നിങ്ങൾ ചുറ്റിനും കാവലുള്ളതുപോലെ നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങളുടെ ശരീരത്തിനൊരു കാവൽ വേണം. നമ്മളത് പഠിച്ചു. സർവായുധ വർഗത്തെക്കുറിച്ച് പഠിച്ചു. ചിന്തകൾക്കൊരു കാവൽ വേണം, ഹൃദയത്തിനൊരു കാവൽ വേണം, നമ്മുടെ ജീവിതത്തിൽ സത്യം കെട്ടണം, സമാധാന സുവിശേഷനായിട്ടുള്ള ഒരുക്കം കാലി ചെരുപ്പാക്കണം, സർവായുധ വർഗം ധരിക്കണം. ഇനി ഡ്യൂട്ടോണമി 28 ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. ഓ ഗോഡ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം. നീ കൈ ഒന്ന് വായിക്കാമോ ആ വേർഡ്? ആരെങ്കിലും മലയാളത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ വായിച്ചാട്ടെ. ആ അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമുക്ക് വായിക്കാം. നീ കൈ തൊടുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെടും. 1 തൊട്ട് ആവർത്തന പുസ്തകം 1 തൊട്ട് ഉള്ള വാക്കുകൾ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം തൊട്ട് 28 ആവർത്തന പുസ്തകം 28. ഞാൻ വായിക്കട്ടെ. വായിക്കാൻ പറ്റും? വായിച്ചു, സിസ്റ്റർ വായിച്ചു. ആമേൻ. നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ നിന്നെ ഉന്നതമാക്കും. അടുത്തത്, ഓ, നിങ്ങൾ ആ വേർഡ് എഴുതി വെക്കണം, അണ്ടർലൈൻ ചെയ്യണം. നീ വീട്ടിൽ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ആ വേർഡ് എങ്ങനെ എല്ലാവരും ചേർന്ന് പറഞ്ഞു. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പട്ടണത്തിൽ. ഞാൻ ആ വേർഡ് നിർത്തി വന്നൊരു കാര്യം പറയട്ടെ. ഒരു ദൈവവൈതൻ അനുഗ്രഹം അങ്ങനെ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയാം, ഞാൻ ആരാ പറഞ്ഞില്ല, പറഞ്ഞതെന്ന് പറയുന്നില്ല, എന്നോട് പറയാ, ആ പാസ്റ്റർ എന്നോട് പറയാ, റോയ് പാസ്റ്ററെ, എൻ്റെ ജനറേഷനിൽ എന്നെ പോലെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളില്ലായിരുന്നു. കറക്റ്റാ. ശുശ്രൂഷയിൽ ടോപ്പായിരുന്നു, ബുദ്ധിശക്തിയിൽ ടോപ്പായിരുന്നു, വിദ്യാഭ്യാസത്തിൽ ടോപ്പായിരുന്നു, ക്വാളിറ്റിയിൽ ടോപ്പായിരുന്നു. എന്നോട് പറയാ, എൻ്റെ ജനറേഷനിൽ, എൻ്റെ തലമുറയിൽ എന്നെപ്പോലെ ബ്ലെസ്ഡ് ആയിട്ട് ഒരാളില്ലായിരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. പഴയ ഒരാൾ എന്നോട് പറയാം, ബുദ്ധിശക്തിയിൽ ടോപ്പായിരുന്നു, എല്ലാത്തിലും കൈ തൊടുന്നതെല്ലാം. പട്ടണത്തിൽ നീ അനുഗ്രഹമാണ്. ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതിൽ എത്ര പിള്ളേർ പഠിച്ചോ അതിനെക്കാട്ടിലും ടോപ്പ്. ഏതൊക്കെ സ്കൂളിൽ പഠിച്ചോ ആ സ്കൂളുകളിലെല്ലാം വിദ്യാഭ്യാസത്തിൽ ടോപ്പാണ്. വിദ്യാഭ്യാസത്തിൽ ആവറേജ് ആയിരുന്നു. പക്ഷേ പഠിച്ച പിള്ളേരെ നോക്കിയാൽ ഒത്തിരി പിള്ളേർ 98% പഠിച്ചു. അവർ എവിടെ എത്തിയോ അതിന് അവർക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത്, ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. പട്ടണത്തിൽ ദൈവം നിങ്ങളെ ഒരു കാര്യത്ത് കൊണ്ടുവന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ വേർഡ് നിങ്ങൾ ക്ലെയിം ചെയ്യാം. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അടുത്തത്, വയലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷി ചെയ്യുന്ന, നിങ്ങളുടെ അധ്വാനിക്കുന്ന ഫീൽഡ്. അത് നിങ്ങളുടെ ജോലി സ്ഥലമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എന്തുമാകട്ടെ, അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? അത് നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ, ദൈവമക്കളുടെ മീതെ സംഭവിക്കട്ടെ. നിങ്ങളുടെ വയൽ എവിടാ? ബിസിനസ് ആയിരിക്കും നിങ്ങളുടെ വയൽ, അല്ലേ? നിങ്ങളുടെ വയൽ ചിലപ്പം ജോലി സ്ഥലമായിരിക്കാം, നിങ്ങളുടെ വയൽ ചിലപ്പം വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ വയൽ എവിടാണോ ആ വയൽ
വെരി സിമ്പിൾ. എത്ര ബ്യൂട്ടിയാണ്. അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ എവിടെയോ പിതാക്കന്മാർ വഴി വന്ന, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പിതാക്കന്മാർ വഴി വന്ന ഏതെങ്കിലും വേരുകൾ, ശാപത്തിൻ്റെ വേരുകൾ കിടപ്പുണ്ടെങ്കിൽ അതിനെ അഗ്രസീവായിട്ട് വേരോടെ വിടുതലാണ്. അഗ്രസീവായിട്ട് വേരോടെ, അയ്യോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള കാര്യമാണ്. അഗ്രസീവായിട്ട് അത് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പോട്ടെ, അങ്ങനെയൊന്നും അല്ല. പിശാചിനോട് സോഫ്റ്റായിട്ട് സംസാരിക്കല്ലേ. പൈശാചിക ശക്തികളോട് അഗ്രസീവ് ആയിരിക്കണം. ബൈബിൾ പറഞ്ഞേക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കണം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അടുത്തത് നിനക്കെന്ത് കൈ തൊടുന്നോ. ഇതിൻ്റെയൊക്കെ വേർഡിൻ്റെ അർത്ഥം ഞാൻ പറയാം. നിന്റെ മൃഗങ്ങൾ അത് ഉൾപ്പെടെ അനുഗ്രഹിക്കപ്പെടും. ഞാനിതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ കൂടെ നടന്ന ലോത്ത് വരെ അനുഗ്രഹിക്കപ്പെട്ടു അല്ലേ. നിങ്ങളുടെ വയലിലേക്ക് അല്പ വിത്ത് നിങ്ങൾ വയലിലേക്ക് കൊണ്ടുപോകും. പക്ഷെ കൊണ്ടുപോയതുപോലെയല്ല, നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾക്ക് ഭൂമി അതിൻ്റെ ഫലം തരും. പക്ഷേ ശപിക്കപ്പെട്ടവൻ്റെ ലിസ്റ്റ് താഴെ കിടപ്പുണ്ട്. നിങ്ങൾ ഒത്തിരി കൊണ്ടുപോകും, വയലിലേക്ക് കൊണ്ടുപോകും, പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്ന ഇച്ചിരേ കാണത്തുള്ളൂ. പക്ഷെ ബൈബിളിൻ്റെ അനുഗ്രഹം എന്തുവാ? നീ അല്പം ഇടും, അല്പം എഫേർട്ട് ഇടും, എത്ര കിട്ടും റിസൾട്ട്? പ്രൊഡക്ടിവിറ്റി എത്ര കിട്ടും? പറഞ്ഞ ദൈവമക്കളെ, അനേകം മടങ്ങ് കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ മീതെ അത് സംഭവിക്കട്ടെ, സഭയുടെ മീതെ അത് സംഭവിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അടുത്തത് നിന്റെ കൊട്ടയും. അവിടെ നിർത്തിയാൽ നിന്റെ കൊട്ടയും നിന്റെ ആഹാരം അനുഗ്രഹിക്കപ്പെടും. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ആഹാരത്തെക്കുറിച്ച് പറയാം കേട്ടോ. ഇന്ന് ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് തൊട്ടിട്ട് വേറൊരു സബ്ജക്റ്റിലേക്ക് പോകണമെന്ന് ഓർത്താ. ഹോളി കമ്മ്യൂണിയൻ ഉള്ളത് കൊണ്ട് ചിത്തൂബ പറയണമെന്ന് ഓർത്താ. പക്ഷെ അത് എത്ര പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം. ഒരു ബ്യൂട്ടിഫുൾ, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ്റെ യേശുവാണ് നമ്മുടെ മണവാളൻ. ആ മണവാളനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. അതുകൊണ്ടായിരുന്നു അത് പറയും. ഓക്കെ, ഈ വേർഡുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു വന്നിട്ട് പോട്ടെ. നിൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടി, നിങ്ങൾ കുക്ക് ചെയ്യുന്നത് ബ്ലെസ്ഡ് ആയിരിക്കണം കേട്ടോ. അതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. വായിച്ചു. നീ അകത്ത് വന്നാലും പുറത്തു പോകുമ്പോഴും. യഹൂദന്മാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ പുറത്തു പോകുമ്പോൾ യഹോവയുടെ വചനത്തിൽ തൊട്ട്, തോറായിൽ തൊട്ട്, അവരുടെ കട്ടളക്കാലിന്മേൽ അത് അടിച്ചിട്ടുണ്ട്. അവരെ തൊട്ടിട്ടേ പോകത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുക, നീ എല്ലാ വഴികളിലും എന്നെ ധ്യാനിച്ചു കൊള്ളുക, നിന്റെ യാത്ര ശുഭകരമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അവരെന്തൊരു തോറായിൽ തൊട്ട്, അവരുടെ വിശ്വാസം അനുസരിച്ച് തൊട്ട് ധ്യാനിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മളാണെ വീട്ടിൽ പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്നത്. അടി വരുമ്പോൾ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, സിംഹം വരുമ്പോഴേ മാത്രം പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ല, എല്ലാ നിന്റെ വഴികളിലും നീ ദൈവത്തെ ധ്യാനിച്ചു കൊള്ളണം. അവരകത്ത് പോകുമ്പോൾ, പുറത്ത് പോകുമ്പോൾ, അകത്ത് വരുമ്പോഴും അവർ പറയും, അവരെ തോറായിൽ തൊട്ടിട്ട് അവരുടെ കൈകളും കാലുകളും ഒക്കെ കഴുകി ശുദ്ധീകരിച്ചിട്ട് അവരകത്തോട്ട് കയറുന്നത്. എപ്പോഴും നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന കണ്ടോ, അനുഗ്രഹങ്ങളുടെ വലിയൊരു ലക്ഷണമാണ് ശത്രുവിൻ്റെ മീതെയുള്ള ജയം. നീ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും. ഈ വേർഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ കണ്ടോ, നിന്റെ കളപ്പുരകളിലും എല്ലായിടത്തും നിനക്ക് തരുന്ന സകലത്തിലും ആ വേർഡുകൾ പെട്ടെന്ന് വായിച്ചു സിസ്റ്റർ. ഞാൻ ഇനി ഓരോന്ന് എടുത്തു പറയാൻ പോയാൽ ഇത്തിരി സമയം പോകും. വായിച്ചാട്ടെ. God.
തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന് 1-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ആരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് വായിക്കാൻ പോവാം. അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് 5-ാം വാക്യം, 4-ാം വാക്യം തൊട്ട്. അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു. നോക്കിയേ, അവിടെ താഴോട്ട് കവനന്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഇനിയും 18-ാമത്തെ വാക്യം. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോദിയർ, ഹിത്യർ, പെരിസ്യർ, റഫായിമിയർ, അമോരിയർ, കനാന്യർ, ഗിർഗസ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇനി നേരെ ഗലാത്യ ലേഖനത്തിലേക്ക് വന്നേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിനു തന്നെ. കണ്ടോ, അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം മുഴുവനും അതാർക്കുള്ളതാ? നമ്മക്കുള്ളതാ. ചേർന്ന് പറഞ്ഞേ, അതാർക്കുള്ളതാ? നമ്മക്കുള്ളതാ. 26-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഗലാത്യർ 3:26. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുയേശുവിനുള്ളവരെങ്കിലോ, വാക്യം കണ്ടോ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നിങ്ങൾ പറയണം, ഡിക്ലെയർ ചെയ്തേ, എൻ്റെ വീട് അബ്രഹാമിന്റെ അനുഗ്രഹം, ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം മുഴുവനും ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് കൊണ്ട് അതെല്ലാം ആർക്കുള്ളതാ? അയ്യോ പറഞ്ഞേ, നിങ്ങൾക്കുള്ളതാ, എനിക്കുള്ളതാന്ന് പറഞ്ഞേ. അത് എനിക്കുള്ളതാ. ഉറക്കെ പറ, നിങ്ങള് ആർക്കുള്ളതാ? അതെല്ലാം എനിക്കുള്ളതാ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? ഇനിയും നിങ്ങളുടെ ലൈഫിനെ പണിയപ്പെട്ടാൽ മതി. ഈ അനുഗ്രഹം മൊത്തം കിടക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫ് പണിയപ്പെടണം. നിങ്ങളുടെ ലൈഫ് പ്രിപ്പയർ ആകണം കേട്ടോ. ഡ്യൂട്ടോണമി നോക്കിയേ, ഡ്യൂട്ടോണമി 33:26 ആ വാക്യം വായിക്കണം. മോശ ജനത്തെ അനുഗ്രഹിക്കുന്ന, ആവർത്തന പുസ്തകം 33 മോശ തന്നെ ജനത്തെ അനുഗ്രഹിക്കുക. മോശ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ എന്തോ പറയുന്ന അറിയാമോ? അവിടെ രസകരമെന്നല്ല, അവിടെ വളരെ ചിന്തനീയമായതും വേദനയുള്ളതുമായ ഒരു കാര്യമുണ്ട്. 12 ഗോത്രങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ.
പക്ഷെ ഒരു ഗോത്രത്തിൻ്റെ പേര് ദൈവം വിട്ടുകളഞ്ഞു. മോശ അല്ല, യഹൂദയല്ല, മോശ ഒരു ഗോത്രത്തിൻ്റെ പേര് ഇത് മോശ വിട്ടുകളഞ്ഞതല്ല, ദൈവം അത് മാറ്റിക്കളഞ്ഞത്. ഏത് ഗോത്രമെന്നറിയാമോ? അല്ല, ലേവി അല്ല, ദാനല്ല, ദാനുണ്ട്, ശിമയോൻ. ശിമയോന്റെ പേര് അവിടെ ഇല്ല. ബാക്കി എല്ലാവരുടെയും പേരുണ്ടായി. ലേവിയുടെ പേരുണ്ട്, ദാന്റെ പേരുണ്ട്. ആവർത്തനം 33 എത്രാമത്തെ വാക്യത്തിലാ? 22 അല്ലേ? ദാനുണ്ടല്ലോ. ദാനെ കുറിച്ചുണ്ട്. ദാൻ ഒരു ബാലസിംഹം. നഫ്താലി ഉണ്ട്, ആശേറുണ്ട്, എല്ലാവരും ഉണ്ട്. 26 വാക്യം തൊട്ട് ഇസ്രയേലിനെ മൊത്തം ജനറലി അനുഗ്രഹിക്കുക. യെശുരൂവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. പക്ഷെ ശിമയോന്റെ പേര് വിട്ടു. എന്തിനാ വിട്ടേന്നറിയാമോ? ശിമയോന്റെ പേര് എന്തിനാ വിട്ടേന്ന് ഞാൻ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നുള്ള വിഷയം പഠിപ്പിക്കുമെന്ന് ഞാൻ പറയാം. ശപിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അവൻ വ്യക്തിപരമായ ശാപം പേറിക്കൊണ്ട് നടക്കാം. വ്യക്തിപരം, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഗ്രാഫ് ഉൾപ്പെടെ കാണിച്ചു തരാം. നമ്മുടെ ലൈഫിൽ അനുഗ്രഹങ്ങൾക്ക് ശാപങ്ങൾക്ക് തടസ്സമായത് മാറ്റിക്കോണം. ശിമയോന്റെ പേര് അവിടെ ഇല്ല. അതെല്ലാം ഞാൻ പഠിപ്പിക്കാം. നോക്കിയേ, ആ വേർഡ് വായിച്ചേ. നമുക്ക് 26 വാക്യം തൊട്ട് വായിച്ചേ. 26 വാക്യം തൊട്ട് വായിക്കാമോ? ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വായിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. യെശുരൂവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രയേൽ നിർഭയമായും യാക്കോബിന് ഉറവ തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രയേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന് പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതങ്ങളിൽ നടകൊള്ളും. കണ്ടോ? പരിചയ, വാള, നിന്റെ സഹായമാ. എല്ലാം കാവലിനെ കുറിച്ചും കൂടെ പറഞ്ഞേക്കുന്നത്. എങ്കിലേ അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. എന്തോ പരിചയം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? യഹോവ നിന്റെ ഷീൽഡാ. നോക്കിയേ, സങ്കീർത്തനം, യെശയ്യാ പ്രവാചകൻ, ഇവിടെ എല്ലാം യേശുവാണ് നമ്മുടെ അനുഗ്രഹം. യേശുവാണ് എൻ്റെ പ്രൊട്ടക്ഷൻ. കേട്ടോ? യേശുവാണ് എൻ്റെ അനുഗ്രഹം. നിങ്ങൾ ഇത് വീട്ടിൽ പോയി ഈ വാക്യങ്ങൾ എഴുതിയെടുത്തിട്ട്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നൊരു വേർഡുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. നിങ്ങളത് ക്ലെയിം ചെയ്യണം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്തോ എടുക്കണം? ക്ലെയിം ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഗൃഹജ്യോതി ഉണ്ടോ? ഗൃഹജ്യോതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഗൃഹജ്യോതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഫ്രീയാ. കർണാടകയിൽ ഉണ്ട് ഗൃഹജ്യോതി രൂപ. കഴിഞ്ഞ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ഗൃഹജ്യോതി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തോണ്ടിരിക്കുക. എൻ്റെ ഫാദറിന് ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീയാ. ഫാദറിൻ്റെ അപ്ലൈ ചെയ്തപ്പോൾ ഫാദറിൻ്റെ ആയി. എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 മാസം മുമ്പേ ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം എടുത്തോണ്ട് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്തുവാ, എൻ്റെ ഗൃഹജ്യോതി പ്രോപ്പർലി അപ്ലൈ ആയിട്ടില്ല. എത്ര നാളത്തെ പൈസ ഞാൻ കൊടുത്തു. ഇപ്പം എനിക്ക് ഗൃഹജ്യോതിക്കകത്ത് വരുന്നത് 100 രൂപ 110 രൂപ ഒക്കെ ഉള്ളൂ. ചിലപ്പോൾ വരാറില്ല, 100 രൂപയൊക്കെ വരാറുള്ളൂ. വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. സ്വർഗത്തിൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ക്ലെയിം ചെയ്യണം. അതാ ഞാൻ പറയാൻ വന്നത്. ഇതെല്ലാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക, തന്നേക്കുക. പക്ഷെ ഇനി എന്തോ എടുക്കണം? ക്ലെയിം ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ വേണ്ടിയ ഓരോ നന്മ, ഓരോ നന്മ നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ആകണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൈകളിൽ ഒരിക്കലും അപ്പൻ്റെ അമ്മയുടെ അവകാശം കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തെ? അവർ പ്രായപൂർത്തിയായിട്ടില്ല, മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല അല്ലേ? നമ്മൾ ആരും കൊടുക്കത്തില്ല. ഇതുപോലെ കർത്താവിൽ നമ്മൾ വളരണം, വചനം പഠിക്കണം, പരിശുദ്ധാത്മാവിൽ ആഴത്തിൽ വേരൂന്നണം. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കൾക്കുള്ളതാണ്.
നിങ്ങളത് ക്ലെയിം ചെയ്യണം. ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യേശുവാണ് എൻ്റെ അനുഗ്രഹം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കഥ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു കൊച്ചു മോള് രാജാവിനെ തൊട്ട കാര്യം. ആൻറ്റി ഓർക്കുന്നുണ്ടോ? ഒരു കൊച്ചു മോള് പോയി രാജാവിനെ തൊട്ട കാര്യം ഞാനൊരു കഥ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? രാജാവ് പറഞ്ഞു, നിനക്ക് ഇത്ര സമയമുണ്ട്. ഒത്തിരി ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത്ര സമയമുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം, ഈ കൊട്ടാരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. ആൾക്കാർ സമയം, രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സമയം തുടങ്ങുക. എല്ലാവരും പട്ടാളക്കാരും മന്ത്രിമാരും എല്ലാം വെയിറ്റ് ചെയ്യുക. കൊട്ടാരത്തിലൊക്കെ കയറാം, എന്ത് സാധനം വേണേലും ഏറ്റവും വിലപിടിപ്പുള്ള എടുത്തുകൊണ്ട് പോവാം. ആൾക്കാരെല്ലാം കൂടെ കയറി. അവർ സമയം കഴിയുന്നതിനെക്കാട്ടിലും മുമ്പേ രാജാവിൻ്റെ ചെയർ ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയി, സിംഹാസനം വരെ അടിച്ചുകൊണ്ട് പോയി. രാജാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. സിംഹാസനം എടുത്തുകൊണ്ട് പോയി, എല്ലാം ഓരോന്നോരോന്നും അവിടെ വെച്ചിരുന്ന സാധനങ്ങൾ മൊത്തം ഇളക്കിക്കൊണ്ട് ഊരിക്കൊണ്ട് പോയി. ഒരു കൊച്ചു മാത്രം പോകുന്നില്ല, സമയം കഴിയാൻ പോവാ, ലാസ്റ്റ് മിനിറ്റിലാണ്. ആ കൊച്ചു പറഞ്ഞു, നിന്റെ അവസാന മിനിറ്റാ, ഒരു കൊച്ചു മോളാ, നീ അത് എടുത്തോണ്ട് പൊക്കോളാം, എന്തുകൊണ്ടും എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവളോ, നിന്റെ സമയം കഴിയുന്നു. ഇവള് രാജാവിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു സാധനം എടുക്കണം. ഇപ്പൊ രാജാവ് അവർക്ക് എന്തെങ്കിലും സാധനം എടുക്കാനായിരിക്കും, പക്ഷേ കൊച്ചിന് എടുക്കാൻ പറ്റത്തില്ല, വെയിറ്റ് കാരണം പൊക്കാൻ പറ്റത്തില്ലായിരിക്കും. രാജാവ്, നിന്റെ സമയം കഴിയുന്നു, നീ എന്നെ അത് തൊട്ട് കാണിച്ചാൽ മതി, ഞാൻ ആ സാധനം നിനക്ക് തന്നേക്കാം. ഈ മാള് പറഞ്ഞു, രാജാവെ, തൊട്ട് കാണിച്ചാലും എടുക്കാൻ പറ്റുമോ? നീ തൊട്ട് കാണിച്ചാൽ മതി, അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മകള് അടുക്കലോട്ട് കൊണ്ട് ചെന്നിട്ട് രാജാവിനെ തൊട്ടു. ഈ മോൾ അടുക്കലോട്ട് ചെന്നിട്ട് എന്താ, ആരെ തൊട്ടു? രാജാവിനെ തൊട്ടു. എന്ന് പറഞ്ഞു, ഈ കൊട്ടാരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് രാജാവാണ്. രാജാവ് അതിശയിച്ചു പോയി. നാട്ടുകാരെന്തോ എടുത്തോണ്ട് പോയി? സിംഹാസനം ഉൾപ്പെടെ അടിച്ചോണ്ട് പോയി. നാട്ടുകാരെന്തോ എടുത്തോണ്ട് പോയി? എല്ലാം എടുത്തോണ്ട് പോയി. പക്ഷെ ഈ കൊച്ചിന് മാത്രം ഉള്ളായിരുന്നു അല്പ ബുദ്ധി. ഈ കൊച്ചു പറഞ്ഞു, രാജാവ്, ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ളത് ആർക്കാ? രാജാവാ. രാജാവാ. നമ്മുടെ ലൈഫിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും വിലപിടിപ്പുള്ളത് ആരാന്നറിയോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കർത്താവായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. യേശു ആകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം, കേട്ടോ, യേശു ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. അനുഗ്രഹം ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യണം. വീട്ടിൽ പോയി വ്യക്തമായിട്ട് പോയി പറയണം. മുറിയിലോട്ട് കയറിയിട്ട് വ്യക്തമായിട്ട് പറയണം, സാത്താന്യ ശക്തിയെ യേശുവിൻ നാമത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. സാത്താന്യ ശക്തിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി പറയണം, കേട്ടോ. പിശാചേ, ഒന്ന് ഇറങ്ങി പോകാമോ എന്ന് ചോദിക്കല്ലേ. അവൻ പോകത്തില്ല, അവൻ ഒരിക്കലും പോകാൻ വേണ്ടി വരത്തില്ല. അവനോട് അവനെ പുറത്താക്കണം. യേശുവിൻ നാമത്തിൽ നിന്നെ ഞാൻ പുറത്താക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന്, നന്മയിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ജോലിയിൽ നിന്ന്, എൻ്റെ ശുശ്രൂഷകളിൽ നിന്ന്, എനിക്കുള്ള സകലത്തിൽ നിന്നും നിന്നെ യേശുവിൻ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ കൽപ്പിക്കണം. ശരീരത്തോട് പറയണം, ശരീരത്തിലുള്ള രോഗമേ, എൻ്റെ ശരീരത്തിൽ രോഗം വേണ്ട. എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൻ്റെ ജീവിതമേ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ മക്കളോട് പറയണം. മക്കളോട് പറയണം. ഭയങ്കരമാണ്. നിങ്ങൾ പാട്ട് കേട്ട്, നിങ്ങളൊരു പാട്ട്, ഇത്തിരി ഇംഗ്ലീഷ് പാട്ട് പാടുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു, ഡാർലിൻ സെക്കി എന്ന് പറയുന്ന ഒരു മാഡം. ഹിൽ സോങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹിൽ സോങ്ങിലെ ആ മാഡത്തിന് ക്യാൻസർ ആയിരുന്നു. നിങ്ങൾ കേട്ടായിരുന്നു അറിയത്തില്ല, ക്യാൻസർ ആയിരുന്നു. ഹിൽ സോങ്ങിലെ ആ പാട്ട് പാടുന്ന ഡാർലിൻ സെക്കി എന്ന് പറയുന്ന ആ മാഡത്തിന്. അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും പറയത്തില്ല, പക്ഷെ അവർക്ക് കൊച്ചുമക്കൾ വരെ ഉള്ളത്, കേട്ടോ. കൊച്ചുമക്കൾ വരെയുള്ള ഒരു ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പറാണ്. കർത്താവിനെ വർഷിപ്പ്. ഒരു ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ബ്ലെസ്സഡ് വർഷിപ്പ്, ഭയങ്കര ഡെഡിക്കേറ്റഡ്, ഭയങ്കര ഹോളി ലൈഫും ഇൻറ്റിമസിയും കീപ്പ് ചെയ്യുന്ന ഒരു മാഡമാണ്. ആ മകൾക്ക് ക്യാൻസർ വന്നു. ഹിൽ സോങ്ങിൻ്റെ വലിയ പാട്ടുകാരാണ്. ക്യാൻസർ വന്നു. അവരെങ്ങനെ സൗഖ്യമായെന്നറിയാമോ? ഹോസ്പിറ്റൽ ബെഡിൽ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ താൻ സാംസ് 91 കണ്ടിന്യൂ വായിക്കാൻ തുടങ്ങി. സാംസ് 91 ഓരോ ദിവസവും കണ്ടിന്യൂ വായിക്കാൻ തുടങ്ങി. ആ വചനം തൻ്റെ ഉള്ളിൽ കയറി. സെൽസിന് ഇരിക്കാൻ പറ്റത്തില്ല, താൻ സൗഖ്യമായി. തൻ്റെ ടെസ്റ്റിമണി യൂട്യൂബിൽ കിടപ്പുണ്ട്. വചനം ഭയങ്കര ഔഷധമാണ്. ഏത് രോഗത്തിനും നല്ലതാണ്. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉരുവിടും. കേൾക്കുന്നു? ഈ വചനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉരുവിടുക. നിങ്ങളുടെ ശരീരം സൗഖ്യമാവും. നെഗറ്റീവ് പറയരുത്. നിങ്ങളുടെ ബ്രെയിനെ അങ്ങനെ നിങ്ങൾ ട്യൂൺ ചെയ്യരുത്. നെഗറ്റീവ് പറയില്ല, ഉയർന്നു പോവാ. ഒരു വേർഡുണ്ട്, ഈ കഴുകൻ
കാക്കയുടെ കൂട്ടത്തിൽ പറക്കാറില്ല. കഴുകൻ കുരുവിയുടെ കൂട്ടത്തിൽ പറക്കാറില്ല. കഴുകൻ പറക്കുന്നത് കഴുകൻ്റെ കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആരുടെ കൂടെ പറക്കുന്നത് അത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ചിന്ത. ആരുടെ കൂടെ നമ്മൾ പറക്കുന്നത് അല്ലേ? കാക്ക ഒത്തിരി ശബ്ദം ഉണ്ടാക്കും. കാക്കയും പാരറ്റും ഒത്തിരി സംസാരിക്കും. പക്ഷെ കഴുകൻ സംസാരിക്കാറില്ല ഒത്തിരി. കഴുകൻ ക്ലൗഡിന് മീതെ പറക്കാറേ ഉള്ളൂ. ക്ലൗഡിന് മീതെ. മറ്റാർക്കും കയറി ചെല്ലാത്ത ഹയർ ലെവലിലേക്ക് കയറി ചെല്ലണമെങ്കിൽ നിങ്ങൾ വചനത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ. ദൈവജനത്തെ ഉയർത്തട്ടെ. ദൈവജനത്തെ ഉയർത്തട്ടെ. നമ്മളെ എങ്ങനെയാ ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉയരുന്നു. ലോ ക്വാളിറ്റി കാര്യം പറഞ്ഞ് ലോ ആൾക്കാരുടെ കൂടെ ഇടപെട്ട് ഇമോഷണൽ താഴോട്ട് പോകലും. യു ഹാവ് ടു ഫ്ലൈ ഹൈ. ഉയരത്തിൽ പറക്കണം. ഉയരത്തിൽ പറക്കണമെങ്കിൽ ഉയരത്തിലുള്ളവരുടെ കൂടെ കൂട്ടുവേണം കേട്ടോ. നമ്മുടെ ഫെലോഷിപ്പ് ആദ്യമേ വേണ്ടിയ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും. 2, ഹയർ തോട്ട്സ് ഉള്ളവരോട് കൂടെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ. നമ്മുടെ തോട്ട്സും എന്തോ പറ്റും, ഉയരാൻ തുടങ്ങും. ഇപ്പൊ ദൈവത്തിൻ്റെ വചനത്തിലുള്ള സകല അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കൂടെ കൂടാതെ രക്ഷയില്ല. അനുഗ്രഹിക്കപ്പെട്ടവനോട് കൂടിയ എന്തോ എടുക്കും, നീയും അനുഗ്രഹിക്കപ്പെടും. നല്ലൊരു പഴഞ്ചൊല്ലാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് കൊണ്ടൊരു വെരിസം. നിങ്ങൾ ആരുടെ കൂടെ, നിങ്ങളുടെ ഫെലോഷിപ്പ്, സ്പിരിച്വൽ അസോസിയേഷൻ, നിങ്ങളുടെ ആരുടെ കൂടെയാണ് നിങ്ങളുടെ ഗുണം, അത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് വെളിപ്പെടും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കെദൂബയൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം. നമുക്ക് ഹോളി കമ്മ്യൂണിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇത് ലാസ്റ്റ് സൈഡിലോട്ട് പറഞ്ഞു തന്നത്. യേശുവാണ് നമ്മുടെ ഉയർച്ച, യേശുവാണ് നമ്മുടെ അനുഗ്രഹം. ആ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിൻ്റെ ഒരു നന്ദി പറഞ്ഞേ. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്തോത്രം. നോക്കിയേ, അനുഗ്രഹങ്ങളെല്ലാം നമുക്കുള്ളതാണ്. നിങ്ങളുടെ ദേശത്തിന് ചുറ്റും കാവൽക്കാരാക്കി ദൈവം നിങ്ങളെ വെച്ചിരിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം. ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. എൻ്റെ മുമ്പാകെ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഞാൻ ഒരുവനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആരാ ദേശത്തിൻ്റെ കാവൽക്കാർ? ദൈവം പ്രാർത്ഥിക്കുന്നവരാ. ഓ ഗോഡ്, പ്രാർത്ഥിക്കുന്നവരാ. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, ആരാധന ശത്രുവിൻ്റെ മതിലുകളെ ഇടിക്കുന്നതാണ്. ആരാധന യെരിഹോ മതിലിനെ ഇടിക്കുന്നതാണ്. നിങ്ങളുടെ വാക്തത്വമായി ഈ മതിലിൻ്റെ അപ്പുറത്ത്. പക്ഷെ ചിലർക്ക് കാണാൻ പറ്റുന്നില്ല. ചിലർക്ക് കരിങ്കല്ല് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കല്ലും കൊണ്ട് ഇടിക്കാൻ നോക്കിയാൽ നടക്കുന്നില്ല. എന്തോ കൊണ്ടൊക്കെ, പിക്കാസ് കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഇടിക്കാൻ നോക്കിയാൽ അങ്ങോട്ട് കുത്തുന്നു, തെറിച്ചിങ്ങി പോരുന്നു. ഒന്നും ഇടിയാൻ പറ്റുന്നില്ല. അപ്പുറത്ത് വാക്തത്വം കിടപ്പുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഇടിക്കാനും പോണ്ടൊന്നും, യു പ്രൈസ്, യു വർഷിപ്പ് മീ, യു ഹാവ് ടു പ്രൈസ് മീ. നീ എന്നെ സ്തുതിക്കുക, ആരാധിക്കുക, അത്യുച്ചത്തിൽ ആർപ്പിട്. അത് ഇടിഞ്ഞു പോയാൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാണാം. ആരാധനയിൽ ഇന്നും ചിലത് ഇടിയുമെന്നാണ് ഇതിൻ്റെ അനുഭവമുള്ളവരിൽ കൂടെ ഞാൻ കേട്ടേക്കുന്നത്. ആരാധന ചില വാക്തത്വങ്ങളുടെ മുമ്പിൽ തടസ്സം നിൽക്കുന്ന ചിലതിനെ ഇടിച്ചു കളയും. അതുകൊണ്ട് പാട്ട് പാടുമ്പോൾ കരങ്ങളെ തട്ടി പാട്ട് പാടുക. വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുഭവിച്ചാൽ നമ്മുടെ സ്പീക്കറും സൗണ്ട് സിസ്റ്റം എല്ലാം കീബോർഡും എല്ലാം കൊണ്ടുവരാൻ വേണ്ടി പോവും. എല്ലാം കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഒരാളെങ്കിലും കീബോർഡിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വർഷിപ്പ് ടീമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വർഷിപ്പ് കീബോർഡ് വന്നതുകൊണ്ട് വിടുതൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. സ്പീക്കർ വന്നുകൊണ്ട് വിടുതൽ കിട്ടും. നിങ്ങൾ ആരാധിച്ചെങ്കിലേ വിടുതലുള്ളൂ. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി, നിങ്ങൾ വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ മുമ്പിലുള്ളത് ബൈബിൾ അങ്ങനെ, ഈ അവനവൻ ആർപ്പിട്ടു, ആ ജനം ആർപ്പിട്ടപ്പോൾ അവരവരുടെ മുമ്പിലുള്ള മതിലിടിഞ്ഞെന്നാണ്. അടുത്തിരിക്കുന്ന ആൾ വർഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിടുതൽ കിട്ടണമെന്നില്ല. എന്തോ ചെയ്യണം? നിങ്ങൾ തന്നെ വർഷിപ്പ് ചെയ്യണം. നിങ്ങൾ തന്നെ വർഷിപ്പ് ചെയ്യണം. കർത്താവിനെ ആരാധിക്കുന്നതിൽ മടിക്കരുത്. ഓ ഗോഡ് കേട്ടോ, എരിഹോ മതിലുകൾ ഇടിയണമെങ്കിൽ ആരാധന ഇമ്പോർട്ടൻ്റാണ്. പ്രാർത്ഥന, പ്രയർ വാക്ക്, ഇതൊക്കെ ദേശത്തെ ശത്രുവിൻ്റെ മതിലുകളെ ഇടിച്ചു കളയും. എലീഷായുടെ കാര്യങ്ങളിൽ പറഞ്ഞേക്കുന്നോട് ആത്മകാവലുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചിലത് വെളിപ്പെടുത്തി തരും. അരാമ്പാളയത്തിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞതാ അല്ലേ.
എല്ലാം പഠിപ്പിച്ചതാണ്. ദൈവം നിങ്ങൾക്ക് ചിലത് വെളിപ്പെടുത്തി തരും. നിങ്ങളുടെ ദേശത്തിന് ചുറ്റും കാവലുണ്ടാകട്ടെ. ഓ ഗോഡ്, നമുക്ക് ഇതെല്ലാം പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ വാർഫെയർ കഴിഞ്ഞു. ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ചത്. വചനം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാന്ന് ഞാൻ പറയും. വചനം പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് നല്ലൊരു ഉദാഹരണം പറയാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഇന്ത്യയിലേക്ക് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യും. ഇന്ത്യയിലേക്ക് പട്ടാളക്കാരെ +2 കഴിഞ്ഞവരെ, ഡിഗ്രി കഴിഞ്ഞവരെ പട്ടാളത്തിലേക്ക് എടുക്കും. അപ്പോൾ ഈ പട്ടാളത്തിലേക്ക് എടുക്കുന്ന പിള്ളേർ പട്ടാളത്തിൽ കയറുന്നതിനെക്കാട്ടിലും മുമ്പേ എങ്ങനെയാണ്? രാവിലെ എഴുന്നേക്കത്തില്ല. എപ്പം അമ്മ ഫുഡ് കൊടുത്താൽ എപ്പം കഴിക്കും? ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്ക് കഴിക്കും? 11 മണിക്ക് എങ്ങനെ കഴിച്ചാലായി. ലഞ്ച് എത്ര മണിക്ക് കഴിക്കും പിള്ളേർ? 3 മണിക്കോ അവർ തോന്നുന്ന പോലെ. ഡിന്നർ എത്ര മണിക്ക് കഴിക്കും? എപ്പോഴെങ്കിലും. രാത്രി എത്ര മണിക്ക് കിടക്കും? ഒരു സമയമില്ല. എഴുന്നേക്കാനോ ഒരു സമയമില്ല, അല്ലേ? ഇങ്ങനെയുള്ള പിള്ളേർ പട്ടാളത്തിലേക്ക് വരുമ്പം അവരുടെ ഫിസിക്കൽ ഒരു ടെസ്റ്റ് കഴിയുന്ന ഉടനെ പട്ടാളക്കാരാദ്യം പറയും, അവരൊരു കേരളത്തിൽ നിന്നുള്ളവരെ, കർണാടകയിൽ നിന്നുള്ളവരെ വേറൊരു ടെറൈനല്ലേ കൊണ്ടുപോകുന്നത്. വേറൊരു ടെറൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു എൻവയറമെൻറ്റിൽ കൊണ്ടുപോകും. ഇവിടെ ചൂടുള്ളതെങ്കിൽ അവരെ തണുപ്പുറത്ത് കൊണ്ടുപോകും. ഇവിടെ വേർക്കുന്ന സ്ഥലമാണെങ്കിൽ വേറൊരു ഹ്യൂമിഡിറ്റി എൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാരണം ഇവൻ്റെ ലൈഫിൻ്റെ തുടക്കം തൊട്ട് ഇവൻ കുടിച്ച പാലിൻ്റെ രുചി ഉൾപ്പെടെ ഇവനെ നാവിൽ കൊണ്ടുവരും പട്ടാളക്കാർ. അതുപോലെ ഇവൻ്റെ ഇഞ്ച് ഇവനെ പണിയാൻ തുടങ്ങും. വേറൊരു ടെറൈനിൽ കൊണ്ടുപോയിട്ട് രാവിലെ ഓറിയൻറ്റേഷൻ കൊടുക്കും. ഞാൻ അതെല്ലാം ഞങ്ങളുടെ ലൈഫ് ലൈറ്റിൻ്റെ ട്രെയിനിങ് ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവരോട് പറയും, അടുത്ത നാളെ രാവിലെ തൊട്ട് PT-ക്ക് രാവിലെ 4 മണിന്നൊരു സമയമുണ്ടെങ്കിൽ 4:00 3:59 AM നീ PT-ക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അല്ല നീ 4:00 വന്നത് എങ്കിൽ നിന്നോട് അവർ റിക്വസ്റ്റ് ചെയ്യത്തില്ല, ബ്രദർ നാളെ വരണേ, നാളെ 4 മണിക്ക് വരണേ, 3:59 വരണേ എന്ന് റിക്വസ്റ്റ് ഇല്ല. അവരാദ്യമേ ചെയ്യുന്നത് റിക്വസ്റ്റ് അല്ല, ടീച്ചല്ല, ആദ്യമേ പെയിൻ തരും, എന്നിട്ടാണ് ടീച്ച്. പെയിൻ ആൻഡ് ടീച്ച് എന്നാ. ആദ്യമേ തെറ്റിച്ച് വന്നതിന് ശരിക്കും നല്ല പണിഷ്മെൻറ്റ് കൊടുക്കും. ശരീരം വേദനിക്കുന്ന തരത്തിൽ, ആ തണുപ്പത്ത്. ചില്ലറ പണിഷ്മെൻ്റ് ഒന്നുമല്ല. എഴുന്നേറ്റ് ഓടാൻ പറ്റുമോ? അവർ തന്നെ വെടിവെച്ച് കൊന്നു കളയും. വെളി ചാടിയ പോലീസുകാർ പിടിച്ച് അകത്ത് കൊണ്ട് കൊടുക്കും. എനിക്ക് വെളി ചാടിയ ഒരു പുള്ളി അറിയാം. അവൻ കഷ്ടപ്പാടല്ല. ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല. പെയിൻ ആൻഡ് ടീച്ച് എന്നാ. പിന്നെ ജീവകാലത്തെ പുള്ളി 3 മണിക്കുണ്ടേ ഉറങ്ങത്തില്ല. 4 മണി എത്തുമ്പോഴത്തേന് 3 മണി എത്തുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കല് അല്ലേ വന്ന് PT-ക്ക് വന്നിരിക്കും. ഓട്ടവും ചാട്ടവും ഭയങ്കര. രാവിലെ അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇതുവരെ 7 മണിക്ക് കഴിക്കണമെങ്കിൽ വലിയ ബീഫും അല്ലെങ്കിൽ വലിയ സാധനം വേണം. ഉണക്ക ചപ്പാത്തിയും പരിപ്പേറിയും കൂടെ തരും, കഴിച്ചോണം. കഴിച്ചില്ലെങ്കിലും അടിയാ, കഴിച്ചില്ലെങ്കിലും ട്രീറ്റ്മെൻറ്റാണ്. അവൻ തന്നെ ഉണക്ക ചപ്പാത്തി കഴിച്ചോളും, തന്നെ ഇറങ്ങിപ്പോക്കോളും. ഒരു 12:30 ആകുമ്പം ലഞ്ച് കിട്ടും. 7 മണി 8 മണിയാകുമ്പോൾ ഡിന്നർ കിട്ടും. 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തോണം. ഇതാണ് പട്ടാളക്കാരുടെ സിസ്റ്റവും ചിട്ടയല്ല. അവരുടെ 1 വർഷത്തെ സിസ്റ്റം കഴിയുമ്പോൾ പിന്നെ അവർക്ക് നോർമൽ പിന്നെ ഷെഡ്യൂളിലോട്ട് വരും. ഇതാണ് ഇതിന് വിളിക്കുന്ന പേര് മദർ യൂണിറ്റ് എന്നാണ്. ഇതിന് വിളിക്കുന്ന പേര്. അപ്പോൾ ഒത്തിരി ആർമിക്ക് ഒത്തിരി വിങ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് കമാൻഡോ ട്രെയിനിങ്ങിനുള്ളവരെ സെലക്ട് ചെയ്യും. അപ്പോൾ ആദ്യമേ ആയിരക്കണക്കിന് 3000 4000 ആ പട്ടാളക്കാരുള്ളതിനകത്തുനിന്ന് പല ടെസ്റ്റുകൾ നടത്തി എൻ്റെ ക്രീം ആൾക്കാരെ തിരഞ്ഞെടുക്കും. ഒരു 50 100 പേരെ തിരഞ്ഞെടുക്കും. ഓരോ യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. കമാൻഡോ ട്രെയിനിങ്ങിന് വേണ്ടി ബെൽഗാമിൽ വിടും. അപ്പം ബെൽഗാമിലേക്ക് 10 600 700 പേരെ പല ആർമിയുടെ വിങ്ങിൽ നിന്ന് ക്രീം ആൾക്കാർ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ക്രീം ആൾക്കാർ, പല ആൾക്കാർ ബെൽഗാമിലേക്ക് വരും. ബെൽഗാമിൽ വരുന്ന ഉടനെ അടുത്ത 33 ദിവസം, ബ്രദറായിട്ട് വീഡിയോ കണ്ടായിരുന്നു? അത് ഇല്ല അല്ലേ? 33 ദിവസം അയ്യ കണ്ടിട്ടുണ്ടല്ലേ? കെസിയാൻ കണ്ടിട്ടുണ്ട്. 33 ദിവസം അവർക്കുള്ള ട്രെയിനിങ്. അവർ വിളിക്കുന്ന പേര് ഹെൽ വീക്സ്, നരകത്തിലെ ആഴ്ചകളെന്നാണ്. പറയാൻ പറ്റത്തില്ല എന്തുവാ സംഭവിക്കാൻ പോകുന്നത്. ട്രെയിനിൽ വന്നുകൊണ്ട് ഇറങ്ങി 3-4 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് വന്ന് ഇറങ്ങി, ബെൽഗാമിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇവരോർക്കും, അയ്യോ നല്ലൊരു ബിരിയാണി കഴിച്ച് ഒന്ന് കുളിച്ച് റെഡിയായി ബിരിയാണി കഴിച്ചൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ട്രെയിനിങ് തുടങ്ങുന്നതെന്നൊക്കെ ഓർക്കും അല്ലേ? ആൻറ്റി ചിരിക്കുന്ന, ആൻറ്റിയുടെ ഹസ്ബൻഡ് എയർഫോഴ്സുകാരനാണ്. അപ്പോൾ ആൻറ്റിക്ക് നല്ലവണ്ണം അറിയാം. ഈ
ബിരിയാണി കഴിച്ചിട്ടായിരിക്കും, ഞങ്ങൾക്ക് സുഖകരമായിട്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഓർത്തോണ്ടാണ് ഇവർ വരുന്നത്. കമാൻഡോ ട്രെയിനിങ് ഇങ്ങോട്ട് വന്നു കഴിയുന്നതുകൊണ്ട് ഇവരോട് പറയും, നിങ്ങളുടെ ബാറ്റിൽ ലോഡ് എടുത്തിട്ടോളാൻ പറയും. ബാറ്റിൽ ലോഡ് എന്ന് പറഞ്ഞാൽ 18 കിലോ പുറകിൽ, 7 കിലോ കയ്യിൽ. തോക്കിൻ്റെ വെയിറ്റ് 7 കിലോ, 18 കിലോ പുറകിൽ. ബാക്കി നിങ്ങളുടെ ലഗേജ് മൊത്തം എടുത്ത് വണ്ടിയിലോട്ട് ലോഡ് ചെയ്തോളാൻ പറയും. അപ്പോൾ എത്ര കിലോ ഉണ്ട് പുറകിൽ? 18. 7 കിലോ കയ്യിൽ. കാരണം തോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7 കിലോയാണ്. എന്നിട്ട് പറയും, എല്ലാവരും ലഗേജ് ബസ്സിനകത്തോട്ട് ലോഡ് ചെയ്തോ. 10-600 പേര് ഇവിടോട്ട് നിൽക്കാൻ പറയും. ആർമിയുടെ ക്യാപ്റ്റൻ വന്നോടെ നിൽപ്പുണ്ട്. എന്നിട്ട് പറയും, എല്ലാവരും ലോഡ് ചെയ്തോ, എല്ലാവരും നിൽക്കാൻ പറയും. എല്ലാവരും നിൽക്കും. ഒറ്റ വിസിലടിക്കും. ആ ബസ് അവരുടെ ബാക്കിയുള്ള ലഗേജ് കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് പറയും, ഇവിടെ നിന്നുകൊണ്ട് അടുത്ത 40 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട്, ഓടിക്കോളാൻ പറയും. ഇത്ര ടൈമിനകം കാണാമെന്ന് പറയും. അത്രയും പറഞ്ഞിട്ട് അയാൾ വണ്ടി കൊണ്ട് പോകും. ഇത്ര സമയത്തിനകം അവിടെ ഓടിച്ച് നടക്കാൻ പറ്റത്തില്ല. 18 കിലോ 7 കിലോയും കൂടെ വെച്ചുകൊണ്ട് 40 കിലോമീറ്റർ ഓടണം. അവിടെ ചെല്ലുക. അവിടെ ചെന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കത്തില്ല ഇടയ്ക്ക്. അവിടെ ചെന്ന് അണച്ചങ്ങോട്ട് ചെല്ലുമ്പം ട്രെയിനിങ് തുടങ്ങുക. കുടിക്കാൻ വെള്ളം കൊടുക്കത്തില്ല, ആഹാരം സമയത്ത് കൊടുക്കത്തില്ല, ബയോളജിക്കൽ ക്ലോക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പം ഇതിനെല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, ഇൻ്റർവ്യൂ ചെയ്യുന്ന മീഡിയക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പറയാം. ഒരു ടെററിസ്റ്റും ഷെഡ്യൂൾ വന്നിട്ടല്ല അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഒരു ടെററിസ്റ്റും അവർ പറയാം, ഞങ്ങൾ നാളെ രാവിലെ താജ് ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് തന്നിട്ടാണോ വരുന്നത്? ഒന്നുമല്ല. ബയോളജിക്കൽ ക്ലോക്ക്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇവരുടെ ലൈഫിനെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ പറയാൻ പറ്റത്തില്ല. സെപ്റ്റിക് ടാങ്കിനകത്ത് കൊണ്ട് ഇട്ടിട്ട് ഫുഡ് തരും കഴിക്കാൻ. സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കും, അതുപോലത്തെ മോരിക്കകത്ത് മുക്കും. അവിടെ വെച്ചായിരിക്കും ഫുഡ് കഴിക്കാൻ തരുന്നത്. മുഖം തുടയ്ക്കാൻ പോലും പറ്റില്ല, അത് ഉൾപ്പെടെ കഴിച്ചോണം. വെള്ളം നമുക്ക് ഇതെല്ലാം വീഡിയോ സഹിതം കാണിക്കാറുണ്ട് ഞാൻ. പക്ഷേ ഇവരുടെ ട്രെയിനിങ് പല ടൈപ്പിലാണ്. ബയോളജിക്കൽ ബ്രേക്കിംഗ് നടക്കും, ബയോളജിക്കൽ ക്ലോക്ക് ബ്രേക്ക് ചെയ്യും, ഫിയർ എല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ട്രെയിനിങ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് 33 ദിവസം കഴിയുമ്പം ഏകദേശം 600 പേര് വന്നതിൽ 400 പേരാകും. ആ 400 പേരെ ക്രീം കിട്ടി. അടുത്ത 400 പേർക്ക് 1 വർഷം ട്രെയിനിങ്ങാണ്. ആ 400 പേരുടെ അകത്തുനിന്ന് ഒരു 60 പേര് വരും. ബാക്കി എല്ലാവരും പോയി, അവരുടെ മദർ യൂണിറ്റിലേക്ക് തിരിച്ചു പോയി, ഫെയിലായിപ്പോയി. ഇപ്പം നോക്കിയേ, ഇത്രയും വർഷങ്ങളെടുത്തു, 1 വർഷത്തിൽ കൂടുതലെടുത്തു. 1 വർഷം കൊണ്ട് 60 പേര് ടോപ്പിൽ വന്നു. അതിനകത്ത് ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓട്ടവും ചാട്ടവും ഒന്നും മാത്രമല്ല, ഇവരുടെ ബുദ്ധിശക്തി, ഇവരുടെ ആക്യുറസി, ഇവരുടെ ഡയറക്ഷൻ, ഇവരുടെ വെപ്പൺ സിസ്റ്റം, ഇവരുടെ സ്ട്രാറ്റജി, ഇവരുടെ എവറിഥിങ്, അതെല്ലാം പട്ടാളക്കാർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പറ, ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ ഒരാൾ വന്നു, 1 വർഷത്തെ പല പാരാമീറ്റേഴ്സ് നോക്കി. രണ്ടാമത്തേതിനകത്ത് ഒരാൾ വന്നു, ഇങ്ങനെ 60 പേരുടെ ലിസ്റ്റ് ഇട്ടേക്കുക. ഈ ടോപ്പ് റാങ്കിങ്ങിൽ വന്ന 1 and 2 ആൾക്കാരെ നമ്മളായിരുന്നെങ്കിൽ എന്തെടുത്തേനെ? കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതൽ അവരുടെ ട്രെയിനിങ് നടന്ന് ഒത്തിരി പാരാമീറ്റേഴ്സിനകത്തൂടെ കയറി ഇറങ്ങിപ്പോയി ടോപ്പ് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിൽ 1, 2, 3 വന്ന് ഇങ്ങനെ ഓർഡർ ഇട്ടേക്കുക. ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ വന്ന 1 and 2 ആൾക്കാരെ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്ത് ചെയ്തേനെ പ്രേം ബ്രദറെ? കേട്ടിട്ടുണ്ടോ ഞാൻ ഈ ക്ലാസ് എടുത്ത്? ഇല്ല. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? കെസിയ എന്ത് ചെയ്തേനെ? ടീച്ചർ പറഞ്ഞു, ടോപ്പ് 1, 2 റാങ്കിങ് വന്നവരെ എന്തെടുത്തേനെ? സെലിബ്രേഷൻ ചെയ്യുന്നതല്ല, അവരെ എന്ത് പോസ്റ്റ് കൊടുത്തേനെ? അവർക്ക് ഹൈ പോസ്റ്റ് കൊടുത്തു. നമ്മളെല്ലാവരും വന്ന് അതേ ചെയ്യത്തുള്ളൂ. ഈ യൂണിറ്റിൻ്റെ ക്യാപ്റ്റൻ ആക്കും അവരെ, അല്ലേ? ഈ യൂണിറ്റിൻ്റെ ചീഫ് ആക്കും അവരെ. 1 and 2 വന്നവരെ, അല്ലേ? ചീഫും അസിസ്റ്റന്റ് ചീഫോ ഡയറക്ടറോ ഒക്കെ ആക്കി അവരെ വിടും. പക്ഷേ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ആർമി കമാൻഡോസ് യൂണിറ്റുകൾ അത് ചെയ്യത്തില്ല. ഈ 1 and 2 വന്നതിനെ മാറ്റി വെച്ചേക്കും. 1 and 2 വന്നതിനെ മാറ്റി നിർത്തും. എന്നിട്ട് 3 തൊട്ട് താഴോട്ടുള്ളതിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ആളിനെ അതിൻ്റെ ലീഡറാക്കി, ബാക്കി 58 പേരുടെ കൂട്ടത്തിലുള്ളതിനെ ലീഡറാക്കി, ആരെങ്കിലും ടോപ്പിലുള്ളവനെ ലീഡറാക്കി ആ യൂണിറ്റ് റിലീസ് ചെയ്തു. പക്ഷെ 1 and 2 എന്തോ എടുക്കുമെന്ന് അറിയാമോ? 1 and 2 അവരൊരിക്കലും ക്യാപ്റ്റൻ ആക്കത്തില്ല. 1 and 2 ഒരിക്കലും അവർ ഓപ്പറേഷൻ വിടത്തില്ല. 1 and 2 ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്ട്രക്ടർമാരാക്കും. ഈ ട്രെയിനിങ് യൂണിറ്റിൻ്റെ ഇൻസ്ട്രക്ടർമാരാക്കും. എന്തിനാ ഇൻസ്ട്രക്ടർമാരാക്കുന്ന അറിയാമോ?
ആ മിലിറ്ററി പഠിപ്പിക്കുക. സഭ അത് ഭയങ്കരമായിട്ട് പഠിപ്പിക്കണം. ദ ബെസ്റ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ എക്സലൻസ്. ദ ബെസ്റ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് ഓർ ദ എക്സലൻസ്. മനസ്സിലായോ? ദ ബെസ്റ്റിന് മാത്രമേ ബെസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോപ്പിലുള്ളതിനെ, ഹൈ ക്വാളിറ്റി ഉള്ളതിനെ മാത്രമേ ഹൈ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിത് ഇടയ്ക്ക് പറയാറുണ്ട്. ഇന്നത്തെ ബൈബിൾ കോളേജുകളിൽ ഒത്തിരിയും പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരെണ്ണം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നില്ല. എല്ലാം പണം നോക്കിക്കൊണ്ട് ഗൾഫിലും അമേരിക്ക അവിടുത്തെ പോകുന്ന തെറ്റല്ല. ഒറ്റയൊരെണ്ണം കർത്താവിൻ്റെ വേലയ്ക്ക് യൂറോപ്പ് നോർത്ത് ഇന്ത്യക്ക് പോകാറില്ല. ഇതിനെക്കുറിച്ച് ഡോക്ടർ എബി മാത്യു പറഞ്ഞൊരു വേർഡ് എന്നെ സ്ട്രൈക്ക് ചെയ്ത്. ഒരു ബീഹാറിലെ മിഷണറിയാ എബി മാത്യു, MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡറാണ്. താൻ പറഞ്ഞൊരു വേർഡ് എന്നെ ചലഞ്ച് ചെയ്ത്. അന്ന് ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് കർത്താവിനോട്, ഞാൻ PYPയുടെ സ്റ്റേറ്റ് ക്യാമ്പ് കഴിഞ്ഞ് മലബാറിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കാർ ഓടിച്ചുകൊണ്ട് വരുമ്പം ആ ചുരം ഇറങ്ങുമ്പോൾ ഞാൻ ദൈവാത്മാവിനോട് സംസാരിക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ മിലിറ്ററിയുടെ സിസ്റ്റം നീ ഓർത്തോ, മിലിറ്ററിയുടെ സിസ്റ്റം ഇത് ഓർത്തോ. ഇന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഒത്തിരി പേര് പഠിച്ചിറങ്ങുന്നു. ഒരുത്തനും കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നില്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ചർച്ചിൽ കയറിയാൽ ആ ചർച്ച് റെഡിയായി കിട്ടും. കാരണം എന്താണെന്നറിയാം? പഠിപ്പിക്കുന്നത് ആരാ? പഠിപ്പിക്കുന്നത് 10ാം ക്ലാസ്സിലും തോറ്റ്, ഒരു വിളിയുമില്ല, അവസാനം എവിടെയെല്ലാം നടന്നു. എങ്ങനെയോ പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഓർത്തു. ബൈബിൾ കോളേജിൽ പോയി കോപ്പി അടിച്ച് പഠിച്ചു. ഒരു ചർച്ചിലെ ഒരു പാസ്റ്ററുടെ കൂടെ നിന്നിട്ടില്ല, കീഴടങ്ങി നിന്നിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒരു സിസ്റ്റത്തിൽ നിന്നിട്ടില്ല. ആ പുള്ളിയെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ ആളിനെ ആവശ്യമുണ്ട്. ഈ പുള്ളിയെ പഠിച്ച പിള്ളേർ എങ്ങനെ ആയിത്തീരും? എല്ലാം ഒരുത്തം പോലും കർത്താവിൻ്റെ വിളിയുടെ ചൂട് കാണത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മനസ്സിലാകാൻ ഞാനൊരു നാടൻ ഉദാഹരണം കൂടെ പറയാം. നാട്ടിലൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത്, എൻ്റെ ടീനേജുകളിൽ, ഞങ്ങളുടെ വീടിൻ്റെ തൊത്തിരി താഴെയായിട്ട് വയലുണ്ട്. നെല്ല് കൃഷി വരുന്ന അന്ന് നെല്ല് കൊയ്ത് കഴിയുമ്പം ആൾക്കാരന്ന് പയറും പാവലും ഇതൊക്കെ കൃഷി ചെയ്യും. വെള്ളരിക്കായും ഒക്കെ കൃഷി ചെയ്യും. പ്രത്യേകിച്ച് പയറും പാവയ്ക്കായും ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു. പയറും പാവയ്ക്കായും കൃഷി ചെയ്യുമായിരുന്നു. അപ്പം ഈ പയറൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ വരൾച്ചയുടെ സമയമാണ്, ചൂടിൻ്റെ സമയമാണ്. അപ്പം വൈകിട്ട് ആകുമ്പോഴത്തേന് വെയിലങ്ങോട്ട് കുറയുമ്പോഴത്തേന് ഈ കൃഷിക്കാരെല്ലാം കൂടെ വന്ന് വെള്ളം കോരാൻ വരും. പയറിനും പാവലിനും എല്ലാം വെള്ളം കോരാൻ വരും. ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രസം എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ? ഈ തത്തകൾ ഈ പയർ കഴിക്കാൻ വരും. തത്ത പയർ കഴിക്കാം, എന്ന് പറഞ്ഞാൽ ഒത്തിരി ബേർഡ്സ് അവിടെ പയർ കഴിക്കാൻ വരും. അപ്പം ഈ ഇതെല്ലാം കൂടെ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ പറന്നു പോകുന്നതാണ്. പ്രാവും ഇതെല്ലാം കൂടെ പറന്ന്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇത് കാണാൻ വേണ്ടി പോകും. കാണാൻ വേണ്ടി ചെല്ലുമ്പം എനിക്കറിയാവുന്ന ഒരാളുടെ കൃഷിയുണ്ട്. ഞങ്ങൾ ഇതിനകത്തോട്ട് കയറുമ്പം ആ കൃഷിക്കാരൻ പെട്ടെന്ന് പറയും, പിള്ളേരെ നിങ്ങൾ കയറുന്നേ കൊള്ളാം, ഞാൻ ചില പാവയ്ക്ക് അവിടെ വലിയ ഈ കവറിട്ട് വെച്ചിട്ടുണ്ട്, അതേലെങ്കിലും തൊട്ടേക്കല്ലേ. വലിയ പയറുണ്ട്, ആ പയർ തൊട്ടേക്കല്ലേ നിങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരാണെങ്കിൽ ഇത്രയും വലിയ പയർ അവിടെ നിർത്തുകൊണ്ട് അതിനെക്കാട്ടും ചെറിയ പയറുകൾ പറിച്ച് പുള്ളി വിൽക്കുക. ആഴ്ച ഓട്ടോ വിളിച്ചു കൊണ്ടുപോയി വിൽക്കുക. 25, 50, 40 കിലോകൾ കൊണ്ട് വിൽക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഇത്രയുള്ളത് 25 എണ്ണം പയർ വേണമെങ്കിൽ മറ്റു ഇത്രയും നീളമുള്ള പയർ 10 എണ്ണം മതി. പുള്ളി പിന്നെ എന്താ ഇത് പറിക്കാറ്? പുള്ളി പറയുന്നുണ്ട് തൊട്ടേക്കൽ എന്ന് പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് വിത്തിന് നിർത്തിയേക്കും. ഏറ്റവും വലിപ്പമുള്ളതും ആരോഗ്യമുള്ളതും വിത്തിന് നിർത്തിയേക്കാം. മറ്റേതെല്ലാം സെലക്റ്റഡ് കാര്യങ്ങൾ വിത്തിന് നിർത്തും. എന്തിനാ വിത്തിന് അത്രയും വലുത് നിർത്തുന്നത്? ഹെൽത്തി ആയിട്ടുള്ളത് നിലത്ത് വീണാൽ ഹെൽത്തി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. കിട്ടുന്നുണ്ടോ? ഹെൽത്തി നിലത്ത് വീണെങ്കിലേ ഹെൽത്തി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ പഠിക്കേണ്ടതുപോലെ വീഴാമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഒരു ചടങ്ങായിട്ടല്ല ഇത് തീരേണ്ടത്. നല്ല ചൂടോടെ വീഴണം ദൈവവചനം, നല്ല ആരോഗ്യത്തോടെ വീഴണം, നല്ല ഉന്മേഷത്തോടെ വീഴണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ഞാൻ അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നതിൽ ആഴമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പണ്ട് 15 വർഷം മുമ്പുള്ള പ്രശ്നം ഇപ്പോഴും പ്രശ്നമാണ്. 20 വർഷം മുമ്പുള്ള പ്രശ്നം ഇപ്പോഴും പ്രശ്നമാണ്. പക്ഷേ വചനത്തിൽ പഠിച്ച് എനിക്കും അങ്ങനെ ആയിരുന്നു.
എൻ്റെ ലൈഫിൽ ഇറങ്ങിയപ്പം ഫുൾ ഓരോ പ്രശ്നങ്ങൾ, മന്ത്രവാദം, അത് ഇത്, ഇമോഷണൽ പ്രോബ്ലം, അത് ഇത്. പിന്നെ എൻ്റെ കർത്താവ് എൻ്റെ വചനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. വചനം പഠിപ്പിക്കാൻ തുടങ്ങിയത്തോളം കർത്താവ് എൻ്റെ ലൈഫിനെ പണിയാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി അതെല്ലാം എൻ്റെ പുറകിൽ പോയി. എൻ്റെ ലൈഫിനെ കർത്താവ് പണിത് ഉയർത്താൻ തുടങ്ങി. ഇന്നും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വചനമാഴത്തിൽ പഠിക്കുക. വചനം മാത്രം കേട്ടാൽ പോരാ, പരിശുദ്ധാത്മാവ് കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാണ്. വചനം ഭയങ്കര അനുഗ്രഹമാണ്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അടുത്ത് ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായിട്ട് ക്രിയ ചെയ്യട്ടെ, ആഴമായിട്ട് ക്രിയ ചെയ്യട്ടെ. അലസതയും മടിയും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. അലസതയും മടിയും പുറത്ത് തള്ളിക്കളയുക, പുറത്ത് തള്ളിക്കളയുക. ചില സമയത്ത് എനിക്ക് തന്നെ ഉത്സവം. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇച്ചിരി ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഹോസ്പിറ്റലായിരുന്നു, മമ്മിയുടെ കൂടെ ഹോസ്പിറ്റലായിരുന്നു, കാറേ കിടക്കുമായിരുന്നു. വെളുപ്പിനെ ഞാൻ വന്നു. പക്ഷെ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. വേറെ സമയത്തൊക്കെ ഞാൻ കിടന്നുറങ്ങും, പക്ഷെ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ ലൈഫിലും ആരുടെ കൂടെ നിങ്ങൾ പറക്കുന്നതെന്ന് ഓർത്തോണം. ഞാൻ അവിടുന്ന് ചേഞ്ച് ആയത്. ആരുടെ കൂടെ നിങ്ങൾ പറക്കുന്നത്? കാക്കയുടെ കൂടാണോ, കുരുവിയുടെ കൂടാണോ, പാരറ്റിൻ്റെ കൂടാണോ, അതോ കഴുകൻ്റെ കൂടാണോ നിങ്ങൾ പറക്കുന്നത്? നമ്മൾ ആരുടെ കൂടെ പഠിക്കുന്നത്, വചനം പഠിക്കുന്നത്? അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നെയ്തമോനെ ഞങ്ങൾ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഞാൻ കഴിഞ്ഞ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നെയ്തമോൻ്റെ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തത് ഇത് എവിടുന്നാണ് കിട്ടുന്ന ഈ സാധനം, എവിടുന്നാണ് കിട്ടുന്നത്? അവൻ പഠിച്ച സ്കൂളിലെയാണ്, ആ സ്കൂളിലെ പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ഞങ്ങൾ ആദ്യത്തെ ആ സ്കൂൾ അവനെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫ് ചേഞ്ച്. അത് മറന്നു പോകാൻ തുടങ്ങി. സമയമെടുത്തു, സ്ലോളി മറന്നു പോകാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഗുണം, ടീച്ചർമാരൊരിക്കലും തെറ്റെന്നല്ല ഞാൻ കേട്ടോ, പക്ഷെ ചില പിള്ളേരിൽ നിന്ന് കിട്ടുന്ന സാധനം കൂടെ വരുന്ന പിള്ളേരുണ്ടല്ലോ, പിള്ളേർ അറിയത്തില്ല. ആ പിള്ളേരുടെ ലാംഗ്വേജും പിള്ളേരുടെ സംസാരങ്ങളും ഒക്കെ പിള്ളേർ കോപ്പി ചെയ്യാൻ നോക്കും. പഠിപ്പിക്കുന്ന ടീച്ചർ ഇമ്പോർട്ടൻ്റാണ് ആണോ? നമ്മൾ ക്വാളിഫൈഡ് ടീച്ചറെ നോക്കും. ഞാൻ നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും അല്ലേ, അടുത്തത് നല്ല വസ്ത്രം എടുക്കും, നല്ല ഹോസ്പിറ്റലിൽ പോവും, നല്ല ഡോക്ടേഴ്സിനെ കാണും അല്ലേ. പക്ഷേ ദൈവവചനം പഠിക്കാനോ നിങ്ങളുടെ ലൈഫിൻ്റെ ഉയർച്ചയാണ്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾ സാക്രിഫിഷ്യലായി നിങ്ങളുടെ ലൈഫിനെ അതിനുവേണ്ടി ശ്രമിക്കും. ഭയങ്കര ഉയർച്ചയാണ്. വചനം ഭയങ്കര വെൽത്താണ് അല്ലേ. ദൈവവചനം നിങ്ങൾ എൽബദേൽ ചർച്ചിൽ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കും പേനയും കൂടെ കൊണ്ടുവരണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം, എഴുതിയെടുക്കുക. ഇതൊക്കെ എല്ലാം ഈ വചനങ്ങളെല്ലാം ഞാൻ വായിച്ച് എടുത്ത, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി എടുത്തിട്ടേക്കുന്നതല്ല. ഇതെല്ലാം ഞാൻ ദൈവവചനം വായിച്ച് ഓരോ വാക്കുകളിൻ്റെ ചരിത്രങ്ങളിൽ കൂടി സമയമില്ലെന്ന് പ്രസംഗിക്കാം. ഇത് അനുഗ്രഹമാണ്. ഞാൻ ഇതിനകത്തെ പല വാക്കുകളും എൻ്റെ വീടിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് പോയി ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് വരും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ വരും. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ എന്തുവായാലും കണ്ണാടി നോക്കാൻ പോകുമല്ലോ, കണ്ണാടിയിൽ കുറച്ച് വാക്കി ഒട്ടിച്ചു വെക്കണം അല്ലേ. പല്ല് തേക്കാൻ പോകുമല്ലോ അല്ലേ, അന്നേരം അവിടെ ഒരു വാക്കി ഒട്ടിച്ചു വെച്ചേക്കണം. കിച്ചണിൽ വാക്കി ഒട്ടിച്ചു വെച്ചേക്കണം. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും നിന്റെ ആഹാരവും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടാക്കണം, അനുഗ്രഹിക്കപ്പെടും. ആൾക്കാർ ചോദിക്കണം, നീ കുക്കിംഗ് പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇത്ര നല്ലതായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ. കേൾക്കുന്നുണ്ടോ? ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ. നിങ്ങൾ അനുഗ്രഹമാകട്ടെ, ദൈവമക്കൾ ഒരു അനുഗ്രഹമാകട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠകരമാകട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ആ കരങ്ങൾ ഉയർത്തി ഇന്ന് കേട്ട വചനമെല്ലാം റിസീവ് ചെയ്തേ. എൻ്റെ അപ്പാ, അങ്ങയുടെ വചനമെല്ലാം ഞാൻ റിസീവ് ചെയ്യുന്ന പോലെ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ. റിസീവ് ചെയ്യുന്നു. നിങ്ങളെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തോട് കണക്റ്റ് ആകുക. അയ്യാ, can you please lift up your hand? Okay, everyone, നിങ്ങൾ സ്വർഗത്തോട് കണക്റ്റ് ആകുക. സിസ്റ്റർ, can you please lift up your hand? Everyone, lift up your hand and ask God to
റിലീസ് യുവർ ഹെവൻലി ബ്ലെസ്സിങ്സ്. ഹെവൻലി ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ സ്വർഗത്തോട് നിങ്ങൾ കണക്ട് ആകുക. ഹല്ലേലൂയ. യു ആർ ബ്ലെസ്സഡ് പീപ്പിൾ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ആസ് യുവർ സെർവന്റ് ഐ ബ്ലെസ് യുവർ ചിൽഡ്രൻ. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ എല്ലാ ഏരിയകളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഏരിയകളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് കടന്നു വന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ നിറഞ്ഞ സന്തോഷത്തോടു കൂടെ പോട്ടെ. വചനത്തിൽ രസിക്കട്ടെ, വചനത്തിൽ സന്തോഷിക്കട്ടെ. വചനം അവരുടെ പ്രമോദമാകട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ പ്രമോദമാകട്ടെ. ഓ, വി ലവ് യു ജീസസ്. ഐ ലവ് യു ജീസസ്. ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ സുരക്ഷ റിലീസ് ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളായിട്ട് ഞങ്ങൾ സ്വർഗീയ കാവലിനെ കുറിച്ച് പഠിച്ചു. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാവലുകൾ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബപരമായ ജീവിതത്തിലോ സഭപരമായിട്ടോ ഏതെങ്കിലും മേഖലകളിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ, അത് പണിയപ്പെടണമേ. അതിനായി ഞങ്ങളുടെ മക്കളെ അടിയിൽ ഏൽപ്പിച്ചു തരുന്നപ്പ ഞങ്ങളുടെ ജനം അനുഗ്രഹമാകട്ടെ. സഭയ്ക്ക് ചുറ്റും കർത്താവിന്റെ തീമതിൽ ഇറങ്ങി വരണമേ. സഭയെ നിറയ്ക്കണമേ. ആത്മാക്കൾ വിടുതലാകണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, പട്ടണത്തിനൊരു കാവൽ നൽകണമേ. കൂട്ടമായിട്ട് ജനം സഭയിലേക്ക് വരട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. മഹത്വം എൻ്റെ ദൈവത്തിന്. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞേ. നന്ദി അപ്പ, നന്ദി അപ്പ, നന്ദി അപ്പ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. കർത്താവിന് സ്തോത്രം.